ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് നിശ്ചയത്തിന് മോതിരം മാറാനായി ഇരിക്കുകയാണ് രാജീവും ശാരികയും. തുടർന്ന് പൂജകൾക്കൊക്കെ ശേഷം ഇരുവർക്കും മോതിരം കൊടുക്കുകയാണ് തിരുമേനി. രണ്ടുപേരും പരസ്പരം അണിയിച്ചോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ മോതിരം കൈമാറുകയാണ് ഇരുവരും. ഇത് കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് സുസ്മിതയെ പെണ്ണ് കാണാൻ എത്തുകയാണ് ഹേമന്തും വീട്ടുകാരും. അവരെ കണ്ട് പുറത്തേക്ക് വന്ന സത്യഭാമ ചോദിക്കുകയാണ്, വരണം വരണം, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അന്നേരം ഹേമന്തിൻ്റെ അച്ഛൻ പറയുകയാണ്, ഇവിടെയൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ ബന്ധുക്കാരൊക്കെ ഇവിടെയുണ്ട്. അന്നേരം അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തുകയാണ് ശാരദാമ്മയും സരളയും. അതിനുശേഷം അവർ സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ പരമേശ്വരൻ നായർ, ഇത് സുഭദ്ര, ഹേമന്തിൻ്റെ അച്ഛനും അമ്മയും. അതിനുശേഷം രാഘവൻ നായർ തന്നെയും സത്യഭാമയെയും പരിചയപ്പെടുത്തുകയാണ്. രണ്ടാളെയും കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും പിന്നെ സത്യാമ്മയുടെ അത്ര ഇല്ലെങ്കിലും കൊച്ചിയിൽ എനിക്കും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടെന്നും പരമേശ്വരൻ നായർ പറയുന്നു. നിങ്ങളുടെ പ്രപ്പോസലിൽ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു ഇവനുമെന്ന് പരമേശ്വരൻ നായർ പറയുന്നു. പിന്നെ സത്യഭാമ കൂടിയുള്ള ബന്ധമാണെന്ന് കണ്ടപ്പോൾ ഇതങ്ങ് ഫോർവേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നും പറയുന്നു. പിന്നീട് പരസ്പരം എല്ലാവരും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അന്നേരം അവിടേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണു. പിന്നീട് എല്ലാവരെയും പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പരമേശ്വരൻ നായർ പറയുമ്പോൾ സത്യഭാമ സരളയെയും ഏട്ടനെയും ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. അന്നേരം സരള പറയുകയാണ്, രാജേട്ടൻ അങ്ങ് UK-യിലാണ്, കുറച്ചുനാൾ മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. പിന്നെ അത് നീണ്ടുപോയപ്പോൾ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഈ കല്യാണം നടക്കുമ്പോൾ ലീവ് എടുക്കണ്ടേ, അതാണ് ഇപ്പോൾ വരാതിരുന്നത്. അതൊക്കെ കേട്ട് ഒന്ന് വല്ലാതാവുകയാണ് സത്യഭാമ അന്നേരം. അപ്പോൾ അമ്മാവനാണ് അമ്മയുടെ സ്ഥാനത്തെന്ന് പരമേശ്വരൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ട്. പ്രസവിച്ചത് സരളയാണെങ്കിലും പ്രിയം കൂടുതൽ എന്നോടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ വെച്ച് പെണ്ണുകാണൽ ചടങ്ങ് നടത്തുന്നതുമെന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ് സത്യഭാമ. അന്നേരം വിഷ്ണുവിനെ നോക്കി സുഭദ്ര ചോദിക്കുകയാണ്, ഇത് സത്യഭാമയുടെ മകനായിരിക്കുമല്ലേ? അതെ, വിഷ്ണു എന്ന് പറയുകയാണ് സത്യഭാമ. എന്നാൽ നമുക്കിനി കുട്ടിയെ വിളിച്ചാലോ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ആവാന്ന് പറയുകയാണ് ഹേമന്തിൻ്റെ അച്ഛൻ. അന്നേരം രാഘവൻ നായർ അകത്തേക്ക് നോക്കി പ്രീതി എന്ന് വിളിക്കുന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ, സുസ്മിതയെ കൂടി വിളിച്ചോളൂ എന്നും രാഘവൻ നായർ പറയുന്നു. ഇത് കേൾക്കുകയാണ് മുറിയിലിരിക്കുന്ന സുസ്മിതയും കൂട്ടുകാരികളും. അന്നേരം കൂട്ടുകാരികൾ സുസ്മിതയോട് പറയുകയാണ്, ദേ അവർ വന്നു എന്ന് തോന്നുന്നു, നീ താഴേക്ക് ചെല്ലുക. എന്ത് കാണാനാടി, ആ കോന്തൻ്റെ മോന്തയോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയുകയാണ്, കോന്തനായാലും എന്തായാലും കൊള്ളാം, നീ തന്നെ വരുത്തി വച്ചതല്ലേ, ഇനിയിപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ മുറിയിലേക്ക് വരികയാണ് പ്രീതി പറയുകയാണ്, സുസ്മിതയെ വാ, എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്. തുടർന്ന് ജ്യൂസും പലഹാരങ്ങളും ഒക്കെയായി വരികയാണ് സുസ്മിതയും പ്രീതിയും ശാലിനിയും കൂട്ടുകാരികളുമൊക്കെ. ഇതാ ഞങ്ങളുടെ കുട്ടി സുസ്മിത എന്ന് സത്യഭാമ പറയുമ്പോൾ പയ്യനെ ഒന്ന് നോക്കുകയാണ് സുസ്മിത. അതിനുശേഷം ജ്യൂസ് കൊടുക്കുകയാണ് സുസ്മിത എല്ലാവർക്കും. രാഘവൻ നായർ ചോദിക്കുകയാണ്, തണുപ്പാകാം അല്ലേ? അന്നേരം പരമേശ്വരൻ നായർ പറയുന്നു, പിന്നല്ലാതെ പുറത്തു മുഴുവൻ ഭയങ്കര ചൂടല്ലേ. അതിനുശേഷം പലഹാരങ്ങൾ എടുക്കാൻ രാഘവൻ നായർ പറയുമ്പോൾ എടുത്ത് കഴിക്കുകയാണ് പരമേശ്വരൻ നായർ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് കൊള്ളാമല്ലോ, പുറത്തെ ബേക്കറിയിൽ നിന്നും വാങ്ങിയതാണോ? അല്ലെന്നും ഇവിടുത്തെ കൈപുണ്യമാണെന്നും രാഘവൻ നായർ പറയുന്നു. ദേ അവളുടെ എന്ന് പറഞ്ഞ് ശാലിനിയെ ചൂണ്ടി പറയുകയാണ് രാഘവൻ നായർ. അത് കേട്ട് ഇഷ്ടപ്പെടാതെ സുസ്മിത കരുതുകയാണ്, ഇതിനിടയിലും ചായക്കടക്കാരിയുടെ പലഹാരത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അത് കേട്ട് ഹേമന്തിൻ്റെ അമ്മ ചോദിക്കുകയാണ്, ഏതായി കുട്ടി, സത്യാമ്മയുടെ മകളാണോ? അത് കേട്ട് വിഷ്ണു സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയുകയാണ്, അല്ല, മരുമകൾ വിഷ്ണുവിൻ്റെ ഭാര്യയാണ്. ഈ നിൽക്കുന്നതാണ് മകൾ പ്രീതി എന്ന് പറഞ്ഞ് പ്രീതിയെ പരിചയപ്പെടുത്തുന്നു. അന്നേരം പരമേശ്വരൻ നായർ ശാലിനിയോട് പേര് ചോദിക്കുകയാണ്. അത് കണ്ട് സുസ്മിതയുടെ കൂട്ടുകാരി സുസ്മിതയോട് ചോദിക്കുകയാണ്, കണ്ടോടി, കല്യാണാലോചന നിനക്കും, പക്ഷേ വിശേഷം തിരക്കുന്നതോ അവളോടും. ശാലിനി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പരമേശ്വരൻ നായർ പറയുകയാണ്, എവിടെയോ കണ്ടുമറന്ന മുഖം പോലെ ഉണ്ടല്ലോ. ഇതൊന്നും ഇഷ്ടപ്പെടാതെ സത്യഭാമ പറയുകയാണ്, കുട്ടികൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അന്നേരം ഹേമന്തിൻ്റെ അമ്മ പറയുകയാണ്, അത് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല, ഇവൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ ഓക്കെ ആണെന്ന്. അന്നേരം സുസ്മിതയെ നോക്കി ചിരിക്കുകയാണ് ഹേമന്ത്. അന്നേരം സുസ്മിത കരുതുകയാണ്, അയ്യട, അവൻ്റെ മുഖത്തൊരു നാണം കണ്ടില്ലേ, ബോറൻ എന്ന് പറഞ്ഞ് മുഖത്ത് ചിരി വരുത്തുകയാണ് സുസ്മിത. സുസ്മിതയെ ഇഷ്ടമായില്ലേ എന്ന് സുഭദ്രാമ്മ ചോദിക്കുമ്പോൾ ഇഷ്ടമായി എന്ന് പറയുകയാണ് ഹേമന്ത്. അന്നേരം സുസ്മിതയ്ക്കോന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പെട്ടല്ലോ ഭഗവാനെ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇഷ്ടമായി എന്ന് പറയുന്നു സുസ്മിത.
ഇതൊക്കെ കേട്ട് പെട്ടെന്നുള്ള ആവേശത്തിൽ വിഷ്ണു ചോദിക്കുകയാണ്, രണ്ടു കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് മുഹൂർത്തം നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് കുറിച്ചാലോ? ആഹാ, എന്നെ പറഞ്ഞുവിടാൻ തിരക്കായല്ലേ അദ്ദേഹത്തിനെന്ന് മനസ്സിൽ കരുതുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ പറയുകയാണ്, കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ട എന്ന് കരുതി അവനങ്ങനെ പറഞ്ഞുവെന്നേ ഉള്ളൂ. കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ തന്നെ നടക്കട്ടെ. അത് നടന്നെങ്കിലല്ലേ എന്ന് കരുതുകയാണ് സുസ്മിത. ചടങ്ങുകളൊക്കെ ലളിതമായി മതി, അതിൻ്റെ കോട്ടമങ്ങ് കല്യാണത്തിൽ തീർക്കാം എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ. സന്തോഷമേ ഉള്ളൂ എന്ന് സരള പറയുമ്പോൾ സരളയുടെ ഏട്ടൻ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ? അതിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ. അന്നേരം സരള പറയുകയാണ്, ഇവളുടെ അച്ഛൻ UK-യിൽ പോയി സമ്പാദിക്കുന്നതൊക്കെ ഈ ഒരൊറ്റ മോൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്കും ഇവൻ ഒറ്റ മോൻ തന്നെയാണെന്ന് ഹേമന്തിൻ്റെ അച്ഛനും പറയുന്നു. തുടർന്ന് കൂട്ടുകാരികളെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് സുസ്മിത. അവളുടെ നാണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അന്നേരം സത്യഭാമ. അതേസമയം റൂമിലേക്ക് വന്ന സുസ്മിതയോട് കൂട്ടുകാരികൾ തിരക്കുകയാണ്, എന്താടി നീ പെട്ടെന്നിങ്ങ് പോകുന്നത്? ഞാൻ ആകെ പെട്ടു എന്ന് സുസ്മിത പറയുമ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ്, അതിന് പയ്യനെ ഇഷ്ടമായെന്നല്ലേ നീ അവിടെ പറഞ്ഞത്? അവിടെ പിന്നെ അങ്ങനല്ലേ പറയാൻ കഴിയൂ? ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം കൂടി ഞാൻ അവിടെ പറയണ്ടേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? വിഷ്ണുവേട്ടനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് സുസ്മിത. ഇതിപ്പോൾ ജാതകം കൊടുക്കൽ വരെ തീരുമാനിച്ചു. ശാലിനിയുടെ ചേച്ചിയുടെ നിശ്ചയം മുടക്കാൻ വേണ്ടി ഞാനിട്ടൊരു നമ്പരായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുകയാണ് സുസ്മിത. നീ വിഷമിക്കാതെ, ഞങ്ങൾ എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാം, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് കൂട്ടുകാരികൾ. അതേസമയം ഹാളിൽ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഫോൺ വഴി തീരുമാനിക്കാം, ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ഹേമന്തും വീട്ടുകാരും. അവർ പോയ ശേഷം ശാലിനിയുടെ വിഷമിച്ചുള്ള നിൽപ്പ് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. അതേസമയം റൂമിൽ കൂട്ടുകാരികൾ സുസ്മിതയോട് പറയുകയാണ്, ഒരു വഴിയുണ്ടടി, നമ്മൾ പൊളിക്കും. തുടർന്ന് കാണിക്കുന്നത് കാറിൽ തിരികെ പോകുന്ന ഹേമന്തിനെയും വീട്ടുകാരെയുമാണ്. അതേസമയം പരമേശ്വരൻ നായർ ആരോ ഫോൺ ചെയ്യുകയാണ്. എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ എത്താറായി, നീ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി വെക്ക്, ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു വെച്ചു, ലേശം തലവേദനയുണ്ട് എന്നൊക്കെ പറയുന്നു. ഫോൺ വെച്ച ശേഷം ഹേമന്ത് പറയുകയാണ്, സുഖമില്ലെങ്കിൽ നമുക്ക് തിരികെ പോകാമച്ചാ, എന്തിനാ ഇനി ബന്ധുവീട്ടിലൊക്കെ കയറുന്നത്? അന്നേരം പയ്യൻ്റെ അമ്മയും പറയുകയാണ്, ഞാനും അത് ഒരുപാട് ചോദിച്ചതാണ്, അപ്പോൾ കസിനാണ്, വർഷങ്ങൾ ഒരുപാട് മുമ്പേ കണ്ടതാണ് എന്നൊക്കെ പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് അവരെ ഒന്ന് കാണാതെ പോകുന്നത് മര്യാദകേടല്ലേ എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ. അവിടെ ചെന്ന് മുഖം കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്നിറങ്ങാം, ഒരു 10-20 മിനിറ്റത്തെ കേസെന്ന് പരമേശ്വരൻ നായർ പറയുന്നു. തുടർന്ന് പരമേശ്വരൻ നായരുടെ വാട്സപ്പിലേക്ക് കുറേ ഫോട്ടോകൾ മെസ്സേജായി വരികയാണ്. അത് നോക്കിയിട്ട് എന്താ ഇതൊക്കെയെന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ബാക്കി എല്ലാവരും വീണ്ടും കല്യാണ ചർച്ചകളൊക്കെ ചെയ്യുകയാണ്. അന്നേരം എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ശാലിനി. അന്നേരം ചായ കുടിച്ചിട്ട്, ആഹാ നല്ല സൂപ്പർ എന്ന് രാഘവൻ നായർ പറയുന്നു. എന്താ രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഇതാണ് ചായ, നീ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, എല്ലാം പാകത്തിന് എന്ന് പറയുന്നു. ഇതൊക്കെ മുകളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് സുസ്മിതയും കൂട്ടുകാരികളും. ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് സരളയും സത്യഭാമയും. സത്യഭാമ പറയുകയാണ്, ഈ ചായയുടെ തറവാട് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതുമായി കമ്പയർ ചെയ്യണ്ട. എന്തിനാ ഭാമയെ ബലം പിടിക്കുന്നത്? പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണമെന്ന് രാഘവൻ നായർ പറയുന്നു. അന്നേരം മുകളിൽ നിന്ന് കൂട്ടുകാരി സുസ്മിതയോട് പറയുകയാണ്, അവളെ അങ്ങ് തോളിൽ കയറ്റി വച്ചിരിക്കുകയാണല്ലോ ആ വീൽ ചെയർ ജീവി, അതൊക്കെ ഇപ്പം തീരുമടിയെന്ന് സുസ്മിത പറയുന്നു. ഫാമാൻറ്റിയുടെ ഫോണൊന്ന് ബെല്ലടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, പിന്നെ ശാലിനി വീട്ടിൽ നിന്നും ഔട്ടല്ലേ എന്ന് സുസ്മിത പറഞ്ഞു ചിരിക്കുകയാണ്. അതേസമയം സത്യഭാമയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇതാ പരമേശ്വരൻ നായരാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് സത്യഭാമ. ഹേമന്തും സുസ്മിതയുമായി ഞങ്ങളൊരു ബന്ധം ആലോചിച്ചിരുന്നില്ലേ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയാനാണ് വിളിച്ചത്. അങ്ങനെ പരമേശ്വരൻ നായർ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്താ താല്പര്യമില്ലെന്നോ? അതിനെന്താ കാരണം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെയെന്ന് പരമേശ്വരൻ നായർ പറയുന്നു. അപ്പോൾ ശരി, ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് പരമേശ്വരൻ നായർ പറയുമ്പോൾ സത്യഭാമ ദേഷ്യപ്പെട്ട് പറയുകയാണ്, നോ, ഫോൺ വയ്ക്കരുത്. ഇവിടെ ഈ വീട്ടിൽ വന്ന് സൽക്കാരവും സ്വീകരിച്ച് എല്ലാം ഉറപ്പിച്ചിട്ട് പോയിട്ട് ഇനി കാരണം പറഞ്ഞിട്ട് ഫോൺ വെച്ചാൽ മതി. ബന്ധം വേണ്ടാന്ന് വെക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും, അതൊക്കെ പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് സത്യഭാമ.
ഇവിടുന്ന് വളരെ താല്പര്യത്തോടുകൂടി ഇറങ്ങിപ്പോയവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എനിക്കത് അറിഞ്ഞേ തീരൂ, എൻ്റെയും അവളുടെയും അവകാശമാണതെന്ന് സത്യഭാമ പറയുന്നു. പക്ഷെ സത്യഭാമ ഈ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് ചുറ്റുമുള്ളവർ. അന്നേരം ഇതൊക്കെ കേട്ട് മുകളിൽ നിന്നും ചിരിച്ച് സന്തോഷിക്കുകയാണ് സുസ്മിതയും കൂട്ടുകാരികളും. തുടർന്ന് പരമേശ്വരൻ നായർ പറയുകയാണ്, ശരി, കാരണം അറിയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഫോണിലെ നെറ്റ് ഓൺ ആണല്ലോ, ഞാൻ കുറച്ച് ഫോട്ടോസ് അയക്കുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് മതി ബാക്കി നമ്മുടെ സംസാരം എന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് ഫോട്ടോസ് അയക്കുകയാണ് പരമേശ്വരൻ നായർ. എന്താ ഭാമേ, എന്താ പ്രശ്നമെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ആ പരമേശ്വരൻ നായരാണ് വിളിച്ചത്, അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന്. അത് കേട്ട് വിഷമം നടിക്കുകയാണ് സരള. ഇത് കേട്ട് സങ്കടം അഭിനയിച്ച് താഴേക്ക് ഓടിയിറങ്ങി വരികയാണ് സുസ്മിത. എന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ ആൻറ്റി, അങ്ങനെ പറഞ്ഞോ, എന്താ കാരണം? രാഘവൻ നായരും കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ കാരണം എന്ന് സത്യഭാമ പറയുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സത്യഭാമ കാണുന്നത് സുസ്മിത മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോസാണ്. എൻ്റെ ദൈവമേ, എന്താ ഞാനീ കാണുന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ എന്താണെന്ന് രാഘവൻ നായരും ചോദിക്കുന്നു. ദാ നോക്കിക്കേന്നും പറഞ്ഞ് ഫോട്ടോസ് രാഘവൻ നായർക്കും കാണിക്കുകയാണ് സത്യഭാമ. എന്താ അച്ഛാ നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രീതിയും ഫോൺ വാങ്ങുകയാണ്. പ്രീതിയുടെ കയ്യിൽ നിന്നും സുസ്മിതയും ഫോൺ വാങ്ങി നോക്കുന്നു. എന്താണ് പ്രീതി, ഞാനും നോക്കട്ടെ എന്ന്. ഫോട്ടോ നോക്കി സങ്കടമൊക്കെ അഭിനയിച്ച് സുസ്മിതയും ചോദിക്കുകയാണ്, മൈ ഗോഡ്, എങ്ങനെയാണ് ഈ ഫോട്ടോ വന്നത്? ഈ ഫോട്ടോസൊക്കെ ഫേക്കാണ്. അന്നേരം ഈശ്വരാന്ന് വയ്ക്കുകയാണ് സരള. എല്ലാവരും അന്തം വിട്ട് കുറേ നേരം അങ്ങനെ നിൽക്കുന്നു. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.